ഇനി നിങ്ങൾക്ക് കേട്ടോ, APUEക്ക് മുഴുവൻ സുന്നി മുസ്ലിമല്ല, സക്കരിയ സലാഹി. ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ഇവിടുത്തെ സമസ്തക്കാര് APEK, ആന, ടൈഗർ ഏതായിക്കോട്ടെ, ഒരൊറ്റ ആൾക്കും തെളിയിക്കാൻ കഴിയില്ല റസൂലും സഹാബത്തും പഠിപ്പിച്ച ദീനിലാണ് അവർ നിലകൊള്ളുന്നത് എന്ന്. അപ്പൊ ഒരൊറ്റ ആളുകളും സുന്നികൾ എന്തെല്ലാം സഹാബത്തും പഠിപ്പിച്ച ദീനില്ല. എന്നാ ബാലനെ പറ്റിയെന്ന് പറയട്ടെ. ബാലൻ യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കേട്ടില്ലേ? ബാലേട്ടൻ മുസ്ലിം, മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞോ കാഫിർ. സുബ്ഹാനല്ലാഹ്. എനിക്കൊന്ന് കേൾക്കണോ? ഇതേ മൗലവി എന്നെ പറയുന്നത് മുഹമ്മദ് നബി സുന്നിയന് വഹാബി അല്ല എന്ന് വെച്ചു കൊടുത്താ നമ്മളെ കഥ കഴിഞ്ഞല്ലോ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനായി. കേട്ടില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു സുന്നിയാണ്. മൂപ്പരാ അഭിപ്രായക്കാരൻ. എന്നാ ഞങ്ങൾ ആ നബിന്റെ അനുയായികളാണ്. ആ നബി ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ലോകത്ത് തുല്യതയില്ലാത്ത ഭംഗിയുള്ള നേതാവാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിപ്പോയ ബുറാഖ് എന്ന വാഹനം കോടികൾ കൊടുത്താൽ കിട്ടാത്ത വാഹനവുമാണ്. എന്നാൽ മുജാഹിദിന്റെ നേതാവ് ആരാന്നൊന്ന് കേട്ടോളിങ്ങൾ. വേറെ ഒന്നും കണ്ടിട്ടല്ല. ഞങ്ങളുടെ നേതാവ് AP അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ ഊതിയ പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല, തലപ്പാവിന്റെ ഊക്കില്ല, ജുബ്ബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ? കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ കാറില്ല, തക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ, അല്ലേ? എന്നെ എങ്ങനെയായിപ്പോയത്? ഞങ്ങൾ അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായിയേ അല്ല. ഞങ്ങൾ ലോകത്തിന്റെ മുഴുവൻ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും ഒരു വിഷയമില്ല. ഇവരെ പ്രസിഡന്റ് പറയുന്നത് തെറ്റും ശരിയൊന്നും നിങ്ങൾ നോക്കണ്ട, ആഖിറത്തിലെത്തി നമ്മളായിക്കോളൂ. അതെന്ന് വെച്ചു കൊടുത്താൽ ബഹുമാനായ TP അബ്ദുൽ മദനി നമ്മോട് സംസാരിക്കുന്നു. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമീഅത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. കേട്ടില്ല? നിങ്ങൾ ആഖിറത്തിലും അള്ളാഹിനോട് പറയാൻ ഞങ്ങളെ പണ്ഡിത സംഘടന കേരള ജമീഅത്തിനോട് പറഞ്ഞിട്ടാണ് ഏറ്റെടുക്കാൻ നമ്മൾ റെഡിയാണ്. ഭയങ്കര സ്വാധീനമായി ഇവർക്ക് പടച്ചോന്റെ അടുക്കൽ. മഹസറയിൽ എന്താ സ്വാധീനം അറിയോ? എന്നാൽ ഇവർക്ക് ഒരു സ്വാധീനം ഉണ്ടാവില്ല എന്ന് മറ്റേ മൗലവി പറയട്ടെ. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോണ്ടു ഞാൻ ഏറ്റോളും ഏൽക്കും. അവനാന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും എന്നാ മറ്റേ മൗലവി പറയും. അതിന് കാരണമുണ്ട്. പ്രസിഡന്റിന് താടിയില്ല. അപ്പൊ ഇയാൾ പറയുന്നത് താടിയില്ലാത്തവരൊക്കെ വളരെ മോശക്കാരാണ് എന്നാണ് ഇയാളുടെ അഭിപ്രായം. ഇയാൾക്ക് ഭയങ്കര താടിയുണ്ട്. പക്ഷെ താടി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഈമാനും തഖ്വയും ഇല്ലാതെ താടി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്, എന്താ പേര്? ഒരു സിംഗ്. നമ്മളെ പ്രധാനമന്ത്രിയോ മൂപ്പരും ദ്വാരപ്പിക്കാർക്ക് പറ്റൂ തോന്നുന്നു കണ്ടാൽ. താടിയുള്ളത് കൊണ്ട് മാത്രം മനുഷ്യൻ രക്ഷപ്പെടുവോ? ഈമാനും തഖ്വയും ഇല്ലാതെ? മതപരമായിട്ടാണ് ഞാൻ പറയുന്നത്, പ്രധാനമന്ത്രിയാവില്ല എന്നുള്ളതല്ല. ഇനി സുബ്ഹാനല്ലാഹ്, ഞാൻ നീട്ടുന്നില്ല. ഇവര് പറയുന്നത് സിനിമാ നടനെ കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പമില്ല, തങ്ങന്മാരെ ബർക്കത്തിന് കൊണ്ടുവരാൻ പറ്റൂല. തങ്ങന്മാരെയും പബ്ലിസിറ്റി കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, ഉദ്ഘാടനത്തിന് സിനിമാ നടനെയും കൊണ്ടുവരാൻ. ചില സ്ഥലത്തൊക്കെ സിനിമാ നടന്മാരെ കൊണ്ടുവരും, ആളെ കിട്ടാൻ വേണ്ടി കൊണ്ടുവരാം. ഒന്ന് മമ്മൂട്ടി, അടുത്ത മോഹൻലാൽ, രണ്ടുകൂട്ടർ നമ്മളെ കടയിൽ വരട്ടെ. പബ്ലിസിറ്റിക്ക് തങ്ങന്മാരെയും സിനിമാ നടന്മാരെയും ഒക്കെ കൊണ്ടുവരാം, രാഷ്ട്രീയ നേതാക്കാരെയും കൊണ്ടുവരാം. പബ്ലിസിറ്റിക്ക് സിനിമാ നടന്മാരെയും കൊണ്ടുവരാ, തങ്ങന്മാരെയും കൊണ്ടുവരാം. ബർക്കത്തൊന്നും ഉദ്ദേശിക്കാൻ പറ്റൂല, അത് മാത്രം. അപ്പോ ഇനി അങ്ങോട്ട് നിങ്ങൾ ആലോചിച്ചോളി, മുജാഹിദിന്റെ ഏകദേശ പരിപാടിയും പബ്ലിസിറ്റിക്ക് ഇനി ഉണ്ടാകുക സിനിമാ നടന്മാരായിരിക്കും.